ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിന്റെ ബേക്കിങ്ങും ഐസിങ്ങും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം സ്പഞ്ച് തയ്യാറാക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിന്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ബട്ടർ പേപ്പറും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് ഒന്നുകൂടി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടാ. ഇനി ഒരു പാനിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട എടുക്കുമ്പോൾ വലുതാണെങ്കിൽ 3 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 4 എടുക്കാം കേട്ടോ. മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങിയാൽ അതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പ് വേണം. ഇപ്പൊ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പീഡ് കൂട്ടി ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ ഒന്ന് 2-3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഞാനിവിടെ സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടലി 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റത്തെ ബാച്ച് മൈദ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പീഡിൽ കാണിച്ചതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടാ. നിങ്ങൾ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇത് ബട്ടർ സ്കോച്ച് കേക്ക് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ചിന്റെ മിക്സ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പൊ ഞാനിവിടെ മിക്സ് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു യെല്ലോ ഫുഡ് കളർ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതല്ലാതെ തന്നെ മിക്സ് ഇല്ലെങ്കിലും നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് നല്ലൊരു ടേസ്റ്റി ആണ് കേട്ടോ. ഇപ്പൊ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. അപ്പൊ നിങ്ങളൊരു സ്പാച്ചില വെച്ചിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പാച്ചിലോട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരേ ലെവലിൽ കേക്ക് കിട്ടാനായിട്ടാണ്. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാനാണ് ഇട്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കേക്ക് ടിന്നി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് കൊണ്ട് എനിക്ക് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. 30-35 മിനിറ്റ് മതിയാവും ഒരു കേക്ക് ബേക്കായി വരാനായിട്ട്. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ ക്ലീൻ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ബേക്കായി എന്നാണ് അർത്ഥം. ഇനി ചൂടാറി വരട്ടെ, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അതിലേക്ക് വേണ്ട ഒരു പ്രളയം തയ്യാറാക്കണം. കുറച്ച് ബദാമും കുറച്ച് കേശനട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കാം. ഇതുപോലെ ഇടിക്കല്ലിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് കുത്തിയെടുത്താൽ മതി കേട്ടാ. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പ്രളയം തയ്യാറാക്കണം മുമ്പായിട്ട് ഇതുപോലെ പ്ലേറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് അങ്ങനെ അതുപോലെ തയ്യാറാക്കി വെക്കണം കേട്ടാ. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ കാരമൽ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം പാത്രമാണ് നല്ലത് കേട്ടോ കാരമൽ ചെയ്യാനായിട്ട്. ഇപ്പൊ നന്നായിട്ട് തന്നെ കാരമലായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തന്നെ ബട്ടറും കൂടി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ തന്നെ നമുക്ക് സെറ്റായി വരും കേട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ സെറ്റ് ആവും ഇത് വെറുതെ കഴിക്കാനും നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് സോസ് തയ്യാറാക്കണം. അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കാരമലായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറും കൂടി ഒന്ന് മിക്സ് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായി മെൽറ്റായി വരട്ടെ. ഇപ്പൊ ഇങ്ങനെ കട്ട പോലൊക്കെ തോന്നും, അപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നന്നായിട്ട് തന്നെ മെൽറ്റായി വരും. ഇപ്പൊ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും പാകം മതി. ഇനി ചൂട് പോയാൽ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടാ. അപ്പോഴേക്കും നമ്മുടെ പ്രളയനും അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി കവറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇടിക്കല്ല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടാ.
അങ്ങനെ പ്രളയനും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ കേക്കിന്റെ ഫില്ലിങ്ങിലായിട്ടുള്ള പ്രളയനും സോസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഒരു ക്രീം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുലുക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോ എന്തായാലും വെറുതെ കളയുന്നതല്ലേ. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ അത്യാവശ്യത്തിന് മധുരം ഉണ്ട് ഇതില്. പിന്നെ നമ്മൾ ആ ഒരു സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഷുഗർ സിറപ്പിന്. ബട്ടർ സ്കോച്ചിന്റെ മിക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നേക്കാളും കുറച്ചുകൂടി നല്ലതാണ് ഇങ്ങനെ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഞാൻ അവിടെ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. 3 ലെയർ ആയിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 1.5 കിലോന്റെ കേക്ക് ബേസ് ആണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ 1.5 കിലോന്റെ കേക്ക് ബേസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് തെന്നി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ലെയർ ഉണ്ടല്ലോ, അതാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഫില്ലിങ്ങിലേക്കുള്ള ക്രീമിലേക്ക് നമുക്ക് സോസും മിൽക്ക് മെയ്ഡും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ ഇത് ഇട്ട് കൊടുക്കണ കാരണം അതിൽ ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടാ. ഇനി സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് മുകളിലേക്ക് പ്രളയം ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ പ്രളയം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലെയറിലും നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഞാൻ സ്പീഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കുറച്ച് ലെങ്തിയാണ് വീഡിയോ. ഇനി സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ലെങ്തി ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ 2 ലെയറിൽ ഫില്ലിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 ഭാഗത്തും നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു കേക്ക് എനിക്ക് കിട്ടിയത് എന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസമാണ് 19-ാം തീയതി. അപ്പൊ അന്ന് എനിക്ക് വേറൊരു കേക്കിന്റെ വർക്കും കൂടി ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കേക്കിന്റെ വർക്ക് വന്നത്. അപ്പോൾ ഞാൻ കേക്ക് ആദ്യമേ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ബേക്കിംഗ് ഞാൻ ആദ്യമേ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് രാത്രി കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ ഇതിന്റെ വർക്ക് തുടങ്ങിയത് ഞാൻ കേട്ടാ. കേക്ക് കട്ട് ചെയ്യലും ഐസിങ് ഒക്കെ രാവിലെയാണ് ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ ക്രം കോട്ടിങ്ങിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്രം കോട്ടിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്ക് ചെയ്യുക. അപ്പൊ സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഇപ്പൊ 1 മണിക്കൂറിന് ശേഷം ഞാൻ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രീം ബീറ്റ് ചെയ്യണ വീഡിയോ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ മതി കേട്ടാ. അപ്പൊ അതിലേക്ക് യെല്ലോ ഫുഡ് കളർ തന്നെ വീണ്ടും ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഫിനിഷ് വർക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടാ. ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമാണ് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ടൈം ഇതുമ്പോൾ നിൽക്കേണ്ട കാര്യമില്ല പോട്ടാ. ഇപ്പൊ ക്രീം എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സ്പീഡിൽ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ. പതുക്കെ വേണേട്ടാ നമ്മൾ ചെയ്യാനായിട്ട്. പതുക്കെ പതുക്കെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പൊ സൈഡ് ഭാഗം ഒന്നും ഞാൻ ഇതുപോലെ നല്ല ഫിനിഷ് ആക്കി എടുക്കുന്നില്ല കേട്ടോ. സൈഡിൽ ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ മുകൾ ഭാഗം എന്തായാലും നമ്മൾ ക്ലീൻ ആക്കി എടുക്കണം. നല്ല ഫിനിഷ് വർക്ക് മുകൾ ഭാഗത്ത് വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ മുകൾ ഭാഗം ഫിനിഷ് എത്ര ചെയ്താലും ശരിയാവാത്ത പോലെ തോന്നും. അപ്പൊ നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ചാല് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുക. എന്നിട്ട് സ്പാച്ചിലൊന്ന് തുടച്ചതിന് ശേഷം അതിൽ മുക്കുക. എന്നിട്ട് ഒന്ന് കുടഞ്ഞതിന് ശേഷം മുകൾ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടും കേട്ടോ. നമുക്ക് സൈഡ് ഭാഗത്തായാലും അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. സൈഡ് ഭാഗത്ത് പിന്നെ ഞാൻ സ്ക്രാപ്പർ കൊണ്ടുള്ള വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ മുകൾ ഭാഗം നല്ല ഫിനിഷായി കിട്ടണമല്ലോ. അപ്പൊ ഇതുപോലെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇതുപോലത്തെ സ്ക്രാപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു സിക്സാഗ് ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു 3 ടൈപ്പ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നമുക്ക് എടുക്കാം. അപ്പൊ മുകൾ ഭാഗം നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ.
മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പേരൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറിയുടെ ടോപ്പർ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഉണ്ട് ചെയ്യുന്നത്. സൈഡ് പതുക്കെ വേണ്ട ചെയ്യാൻ, ഞാൻ സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ സൈഡിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്നുകൂടി ഫിനിഷ് ആക്കണം. ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ മുകൾ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കണമൊക്കെ തന്നെയാണ് ഭംഗി. ഞാൻ ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി ഇതിന്റെ മുകളിൽ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കഴിയണം കേട്ടാ. അപ്പൊ നമുക്ക് ഈ ഒരു നോസിൽ വർക്കും കൂടി ആ സോസ് ഒഴിച്ചതിന് ശേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പൈപ്പിംഗ് ബാഗിൽ ആദ്യം നോസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ക്രീമൊക്കെ പൈപ്പിംഗ് ബാഗിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്യേണ്ട, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഞാൻ 2 മണിക്കൂറിന് ശേഷം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പൊ ഞാൻ ആ സോസ് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോസ് കട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്താൽ മതി കേട്ടാ. ഈ സോസ് ഉള്ള പാത്രം ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ കുറച്ച് മെൽറ്റായി കിട്ടും. അപ്പൊ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒഴിക്കാൻ പറ്റും കേട്ടോ. നല്ല കട്ടയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ ചെയ്യില്ലേ, അതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെയാണ്. ഇതുപോലെ സൈഡിലേക്കൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പൊ സോസ് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇറങ്ങണം. ആ സോസ് ഒന്ന് സെറ്റായി വരണം അതിന് മുകളിൽ ഇരുന്നിട്ട്. അപ്പൊ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഈ ഒരു നോസിൽ വർക്കും കൂടി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കേക്കിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടാ. ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കാണെങ്കിൽ ഈ നോസിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രീമും നോസിലും ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ താഴെയും കൂടി ചെറിയൊരു ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട് കേട്ടാ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണത്. ഇപ്പൊ നമ്മുടെ കേക്ക് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് പ്രളയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട്, മുകൾ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മുകൾ ഭാഗത്തും കൂടി സോസിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കേക്കിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഒരു കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെനിക്കൊരു ഉച്ചയാകുമ്പോഴത്തേനും കേക്കിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെറ്റ് ആവാനായിട്ട് കുറച്ചധികം തന്നെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു 7 മണിക്കാണ് അവർക്ക് അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബട്ടർ സ്കോച്ച് കേക്കിന്റെ ബേക്കിങ്ങും ഐസിങ്ങും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഹൈപ്പും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്